ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെംജീരയുടെ 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. കെമ്മ് ഫസ്റ്റ് കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിന് അവിടെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ചെയ്യാനായിട്ട് സീനിയേഴ്സ് കുറേ ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റുഡൻസും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് പെട്ടെന്ന് കെമ്മിൻ്റെ ദേഹത്തൂടെ ഒരു പെയിൻറ്റിൻ്റെ ബോർഡിൽ വന്ന് വീഴാനായി പോകുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജെറ്റ് വരികയും കെമ്മിനെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ബാക്കി കുട്ടികളൊക്കെ വന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം അവിടെ സൈഡിലൊരു പ്രേതം നിൽക്കുന്നുണ്ടായിരുന്നു. കെമ്മിന് ആ ഒരു ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. ജെറ്റിനും ആ ഒരു പ്രേതത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. ജെറ്റിനാണെങ്കിൽ ആക്ച്വലി അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ കെമ്മാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ജെറ്റാണെങ്കിൽ നിനക്കും അതിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം സീനിയേഴ്സ് വന്നിട്ട് നിങ്ങൾ ആരും വർക്ക് ചെയ്യുന്നില്ലേ, പോയി വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ പണിഷ്മെൻറ്റ് തരും, ഇരുന്നിട്ട് എല്ലാവരും സ്ക്വാട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതൊരു ടൈപ്പ് എക്സസൈസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാൻ പറയുന്നതും കെമ്മാണെങ്കിൽ ഇല്ല വേണ്ട, അത് അവർ എന്നെ നോക്കാനായിട്ട് വന്നതായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തോളാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ജെറ്റപ്പോൾ ഞാനും അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു, ഞാനും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാണ്. അന്നാണ് ഫസ്റ്റ് ടൈം ജെറ്റും കെമ്മും ഇരുന്നത് സംസാരിക്കുന്നത് തന്നെ. ഇവരിപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ചായെങ്കിലും ഇപ്പോഴാണ് മര്യാദയ്ക്ക് സംസാരിച്ച് തുടങ്ങുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആകുന്നുണ്ട്. കെമ്മാണെങ്കിൽ തൻ്റെ ലൈഫിലെ കാര്യങ്ങളും ആ ഒരു ശാപത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ തന്നെ അവൻ ജെറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെറ്റോ അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം, എനിക്കും ചില പ്രേതങ്ങളൊക്കെ കാണാൻ പറ്റാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വെച്ച് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ജെറ്റ് പറയുന്നുണ്ട് മനുഷ്യരുടെ കാര്യമായാലും പ്രേതങ്ങളുടെ കാര്യമായാലും എന്തുണ്ടെങ്കിലും താനുമായിട്ട് ഷെയർ ചെയ്യണം, എപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരിക്കും, പിന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ പോലും തന്നെ ഇട്ടിട്ട് പോകരുതെന്ന്. അങ്ങനെ പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുമ്പോൾ ഇതെല്ലാം തന്നെ കെമ്മ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ആലോചിച്ച കാര്യങ്ങളായിരുന്നു. ആ ടൈമിന് കറക്റ്റ് അവൻ്റെ അടുത്തേക്ക് ജെറ്റും ചാണും കൂടിയിട്ട് ഓടി വരുന്നുണ്ട്. ജെറ്റ് വന്നോണ്ടേ തന്നെ എന്നെ ഇട്ടിട്ട് പോകത്തില്ല എന്ന് പ്രോമിസ് ചെയ്തല്ലേ, എന്നിട്ട് നീ പോവുകയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ കെമ്മ് പറയുന്നുണ്ട് ഞാൻ കാരണം വേണ്ടപ്പെട്ടവരെല്ലാവരെയും നിങ്ങൾക്ക് നഷ്ടമായി, നിനക്ക് നിൻ്റെ മുത്തശ്ശീനെ നഷ്ടപ്പെട്ടു, തോണി മേക്കും മരിച്ചുപോയി, ഞാൻ കാരണം ആരും കഷ്ടപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ എനിക്ക് എന്നോട് ഇക്കാര്യത്തിൽ ദേഷ്യം ഒന്നും തന്നെ ഇല്ല, എനിക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, നീ എൻ്റെ ഫ്രണ്ടല്ലേ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോൾ നീ വരാൻ പോകുന്ന ട്രെയിനിൽ കയറുന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൽ തൂങ്ങി നിന്നിട്ടായാലും ഞാനും നിൻ്റെ കൂടെ വരുമെന്ന് പറയുന്നുണ്ട്. ചാണു ഇപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടതേ ഉള്ളൂ, എന്നാലും നീ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഞാനും നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ജെറ്റാണെങ്കിൽ നീ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ ലഗേജും പാക്ക് ചെയ്താണ് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം കെമ്മ് പക്ഷേ ഞാനാണെങ്കിൽ തിരിച്ച് ഇനി പീമിൻ്റെ അടുത്തേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. സമയം ജെറ്റ് പീമിൻ്റെ അടുത്തേക്കല്ല, നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം, ഞങ്ങൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ആ സമയം കെമ്മിനാണെങ്കിൽ ഇവരിങ്ങനെ കൂടെ നിൽക്കുന്നതായിട്ട് ഒരു സന്തോഷത്തിൽ അവൻ കരയുന്നുണ്ട്. അങ്ങനെ അവർ മുന്നിൽ ഹഗ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ജെറ്റ് പറയുന്നുണ്ട് നീ ട്രെയിനിൽ കയറുമ്പോൾ തൂങ്ങി നിന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, ഞാനും ജാണും കൂടെ ആയിട്ട് ഫ്ലൈറ്റിൽ വന്നോളാം, അതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അവരൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അന്നനായിട്ട് 3 പേരും ഒരുമിച്ച് ഒരാളുടെ റൂമിലാണ് നിൽക്കുന്നത്. അതായത് 3 പേരും അവിടെ ഒരു ഹോസ്റ്റൽ റൂമിൽ ഓരോന്നിനായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ജെറ്റും കെമ്മും കൂടെ താമസിക്കുന്ന റൂമിൽ അവരുടെ ചാണും നിൽക്കുന്നുണ്ട്. അപ്പോൾ കെമ്മാണെങ്കിൽ ഞാൻ താഴെ കിടക്കാൻ നിങ്ങൾ ബെഡിൽ കിടന്നോളായിട്ടൊക്കെ പറയുമ്പോൾ ഇല്ല ഇല്ല നിൻ്റെ സേഫ്റ്റിയാണ് പ്രധാനം, നീ ബെഡിൽ കിടക്കുക, ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. സമയം അങ്ങോട്ടേക്ക് ജെറ്റിൻ്റെ ചേച്ചി ജെയിൻ വരുന്നുണ്ട്. ജെയിൻ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയതായിരുന്നു. അതായത് ഇപ്പോൾ പീമില്ല, അപ്പോൾ റാമ്പ് ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് ഇവർ തന്നെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം തരുമോ എന്ന് ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാൻ പോയതാണ്. ഇപ്പോൾ ജെയിൻ പറയുന്നുണ്ട് ആ ഒരു ഓണറാണെങ്കിൽ ദൈവവിശ്വാസിയല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ആൾക്ക് താല്പര്യമില്ല, പക്ഷേ റൂഫ് ടോപ്പിൽ ചെയ്തോളാനായിട്ട് പറഞ്ഞു, അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് എല്ലാം അവിടെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം 3 പേരും കൂടെ ആയിട്ട് ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. ആ ടൈമിന് കെമ്മിൻ്റെ ബർത്ത്ഡേക്ക് ആകെ 7 ദിവസമേ ഉള്ളൂ. ആ ഒരു 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, കാരണം അവൻ 21 വയസ്സാവും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിന് ചാൻ ചോദിക്കുന്നുണ്ട് റൂമിൽ തന്നെ അങ്ങ് ഇരുന്നാൽ പോലെ, ഈ ഒരു 7 ദിവസമല്ലേ ഉള്ളൂ, അതുവരെ റൂമിൽ സേഫായിട്ടിരിക്കുന്നതിലേ നല്ലതെന്ന്. ആ സമയം കെമ്മാണെങ്കിൽ ആകെ 7 ദിവസമേ ഉള്ളൂ, ആ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാനെങ്ങാനും ജീവനോട് രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്കാണെങ്കിൽ പിന്നെ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയില്ലല്ലോ എന്ന റിഗ്രറ്റ് ഉണ്ടാവാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ക്ലാസ്സിലേക്ക് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ചാണിന് എന്തൊരു വിഷൻ വരുന്നുണ്ട്. അത് വെച്ചിട്ട് കെമ്മിന് എന്തോ അപകടം ഉണ്ടാകാൻ പോവുകയാണെന്ന് മനസ്സിലായിട്ട് അവൻ പെട്ടെന്ന് തന്നെ കെമ്മിനെ തടയുന്നുണ്ട് നടക്കുന്നതിൽ നിന്ന്. പെട്ടെന്ന് തന്നെ കറക്റ്റ് ഇവരെ 3 പേരെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. ഇവർ ഇടിക്കാൻ കണക്കിന് വന്ന പോലെ ആ ഒരു കാറിൻ്റെ മുകളിൽ കുറേ കമ്പികൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും താഴേക്ക് വന്ന് വീഴാണ്. ജസ്റ്റ് മിസ്സിലാണ് ഇപ്പോൾ കെമ്മി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പിന്നീട് ചാണും ജെറ്റും കൂടെ ആയിട്ട് കെമ്മിനെ അങ്ങ് റൂമിൽ ഇരുത്തിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടുപേരും മാറി മാറി കെമ്മിനെ നോക്കും. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഡേ കെമ്മിൻ്റെ ഇരിക്കുന്ന ചാണാണ്. കുറേ കഴിയുമ്പോഴത്തേക്കും ജെറ്റ് വരുന്നുണ്ട്. അങ്ങനെ ചാണാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് പോവാണ്, പിന്നെ ജെറ്റാണ് നോക്കുന്നത്. പിന്നെ 2ാമത്തെ ദിവസം ആവുന്നുണ്ട്. അന്നാണെങ്കിൽ നൈറ്റ്
ചാണാണെങ്കിൽ പുറത്ത് അവിടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിലായിട്ട് ഒരു പ്രാർത്ഥനയ്ക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെയുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആരും തന്നെ ഈ ഒരു കുറച്ച് സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. കാരണം റാംബുങ്ങിൻ്റെ ആത്മാവ് ഇവിടെയുണ്ട്. ആ റാംബുങ്ങിൻ്റെ ആത്മാവ് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ ഇവനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കേട്ടോണ്ട് നിന്നിട്ട് ജെറ്റാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇരുന്നങ്ങോട്ട് ഒരു എസ്സേ എഴുത്, മതി മതി, ബാക്കിയൊക്കെ നാളെ പറയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും തലയിൽ പ്രാർത്ഥിച്ച ഒരു വെള്ളം ചെറുതറിങ്ങനെ തളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാണാണെങ്കിൽ ജെറ്റിൻ്റെ അടുത്ത് തനിക്ക് അത് ചെയ്തു തരാനായിട്ട് പറയുന്നുണ്ട്. ചെയ്തു കൊടുക്കുന്ന ടൈമിൽ ജെറ്റാണെങ്കിൽ ചാണ്ട തലയിലിട്ട് അടിക്കുകയാണ് ഒരു സാധനം വെച്ചിട്ട്. ജെറ്റിന് അടുത്ത് ചെയ്തു കൊടുക്കാൻ പറയുമ്പോൾ ചാണ അവനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്തോ ജെറ്റിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ കാണുമ്പോൾ ചാണ്ട പറ്റുന്നില്ല. അവൻ ഭയങ്കര സോഫ്റ്റായിട്ടാണ് ജെറ്റിനോട് പെരുമാറുന്നത്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ജെറ്റിന് ചേച്ചി ഇരിക്കുന്നുണ്ട്. രണ്ടിൻ്റെ റൊമാൻസ് സഹിക്കാൻ പറ്റാതെ എൻ്റെ പൊന്നെ ഒന്ന് നിർത്തുമെന്നൊക്കെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ നമുക്ക് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ വിളിക്കുന്നുണ്ട്. അടുത്ത ദിവസം റൂഫ് ടോപ്പിൽ അവർ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഒരു പൂജാരിനെ വിളിക്കുന്നുണ്ട്. അയാൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ഭയങ്കരമായിട്ട് ഇടിമിന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്ത് തീർത്തിട്ട് പോകാനേ നിൽക്കുന്നുണ്ട്. ആ സമയം അയാൾക്ക് കുടിക്കാൻ വെള്ളം വേണോ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ജെയിൻ. എന്നാൽ അയാളാണെങ്കിൽ ഇല്ല അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അവൻ ഭീമിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു വന്നതൊന്നും തന്നെ അവൻ്റെ അച്ഛൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഭയങ്കര കോൺഫിഡൻസിൽ നീ പേടിക്കണ്ട, എല്ലാം ഓക്കെ ആവും, നിന്നെ നോക്കാനായിട്ട് ഭീമുണ്ടല്ലോ, നിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അവനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആയിട്ട് താൻ അച്ഛനെ വന്ന് കാണാമെന്നും കെമ്മ പറയുന്നുണ്ട്. കോൾ കട്ട് ചെയ്തിട്ട് ബാൽക്കണിയുടെ അവിടേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും താഴെ നിന്ന് ജെറ്റും ചാണും കയറി വരുന്നത് ഇവൻ കാണുന്നുണ്ട്. കഴിയുമ്പോൾ മൂന്നുപേരും റൂഫ് ടോപ്പിലേക്ക് പോയിട്ട് ഒരു ലാൻഡേൺ കത്തിക്കുന്നുണ്ട്. അത് പറത്തി വിടുന്നതിന് മുന്നേ ജെറ്റാണെങ്കിൽ കെമ്മിൻ്റെ ശാപങ്ങളെല്ലാം മാറട്ടെ, എല്ലാം ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ചാണായാൽ പോലും നമ്മൾ മൂന്നുപേരും പ്രൊട്ടക്റ്റ് ചെയ്യണം, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഇതുപോലെ തന്നെ രക്ഷിക്കാനായിട്ട് ഓരോ വഴികൾ തരണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരൊരു ലാൻഡേൺ പറത്തി വിടുന്നുണ്ട്. കെമ്മിനോട് ജെറ്റും ചാണും പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് രാത്രി മൊത്തം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. നാളെ രാത്രിയും കൂടെ കടന്നു കിട്ടി കഴിഞ്ഞാൽ എല്ലാം അതോടെ തീരും. നീ സുഖമായിട്ട് ഇറങ്ങിക്കോ, നാളെ രാവിലെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എഴുന്നേറ്റാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. മൂന്നുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ മൂന്നുപേരും റൂമിലേക്ക് തിരിച്ച് നടന്നു പോകുന്ന ടൈമിന് ജെറ്റും ചാണും അങ്ങ് കയറി പോകുന്നുണ്ട്. എന്നാൽ കെമ്മ് നടന്നു വരുന്ന സമയത്ത് റാംബുങ് അവിടെ നിൽക്കുന്നത് അവന് കാണാൻ സാധിക്കുന്നുണ്ട്. റാംബുങ് അവൻ്റെ അടുത്ത് നിൻ്റെ അവസാന നിമിഷങ്ങളിൽ നീ നിൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഗുഡ് ബൈ പോലും പറയുന്നില്ലേ, ഇത്രയും ദിവസം ഞാൻ നിൻ്റെ ഉള്ളിൽ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത് ഇവരെപ്പോൾ തിരിച്ചെത്തിയോ അപ്പോഴെല്ലാം തന്നെ റാംബുങ് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവൻ്റെ ഫ്രണ്ട്സ് ടെൻഷൻ ആവാതിരിക്കാനായിട്ടായിരിക്കും അത് പറയുകയോ പ്രകടിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. അത് മാത്രമല്ല ആ ഒരു പൂജാരി പൂജയ്ക്ക് വന്നിട്ട് തനിക്ക് അത്യാവശ്യമുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകാൻ കാരണം റാംബുങ് അയാളുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്കത് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അവളെ പേടിച്ചിട്ടാണ് അയാൾ ഓടിപ്പോയത്. അങ്ങനെ ഓരോരോ സിറ്റുവേഷനിലും റാംബുങ് ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സിറ്റുവേഷനിലും കെമ്മ അവളെ കാണുന്നുണ്ടായിരുന്നു. റാംബുങ് ഇപ്പോൾ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും കെമ്മ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. പിന്നീട് അന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും ജെറ്റും ഷാണും ഭയങ്കര പ്രാർത്ഥനയാണ്. കാരണം ആ ഒരു രാത്രി കൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കെമ്മിനെ രക്ഷിക്കാനായിട്ട് പറ്റും, ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട്. കെമ്മിൻ്റെ കട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ചരട് പോലെ ഇവരിങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഭയങ്കര പ്രാർത്ഥനയാണ്. ചെറുതായിട്ട് മെഴുതിരിയെല്ലാം ഇങ്ങനെ അണയുന്ന പോലെയൊക്കെ വരുമ്പോഴത്തേക്കും ജെറ്റാണെങ്കിൽ ചാണിനോട് നിർത്തണ്ട, കുറച്ച് നേരം കൂടെ പറഞ്ഞാൽ മതി, നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റും മെഴുകുതിരിയും എല്ലാം അണങ്ങി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ബോധം കെട്ട് കിടക്കുകയും ചെയ്യുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് കെമ്മിൻ്റെ റൂമിൻ്റെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. കെമ്മിൻ്റെ ദേഹത്തേക്ക് റാംബുങ് കയറുന്നുണ്ട്. കെമ്മങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിൻ്റെ പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവിടുത്തെ CCTV ക്യാമറയിൽ ഇങ്ങനെ പതിയുന്നുണ്ട്. അവനങ്ങനെ നടന്ന് നേരെ പോകുന്നത് റൂഫ് ടോപ്പിലേക്കാണ്. അവിടെ അവരാണെങ്കിൽ പൂജ ചെയ്തിട്ട് വച്ചിരുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവനിങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. അതിന് കാരണം റാംബുങ് അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇതേസമയം പെട്ടെന്ന് ചാണിൻ്റെ കഴുത്തിൽ മുമ്പ് പീയും ഇട്ട് കൊടുത്തൊരു മാലയുണ്ട്. ആ മാല തിളങ്ങാനായി തുടങ്ങുന്നുണ്ട്. ചാണിന് അവൻ്റെ ബോധം തിരിച്ചു വരാണ്. ചാൺ നോക്കുമ്പോൾ കെമ്മ അവിടെ ഇല്ലയെന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ ജെറ്റിനെ എഴുന്നേൽപ്പിക്കാനേ നോക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു മാല ജെറ്റിന് ഇങ്ങനെ കഴുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം ജെറ്റും ഉണരുവാണ്. ചാണ് അവൻ്റെ വിഷൻ വെച്ച് കെമ്മ ഇപ്പോൾ റൂഫ് ടോപ്പിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടുപേരും നേരെ റൂഫ് ടോപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച കെമ്മാണെങ്കിൽ അവിടെ മുകളിൽ കയറി നിന്നിട്ട് ചാടാൻ കണക്കിന് നിൽക്കുന്നതാണ്. ഇവർ ചെന്നിട്ട് നീയാണെങ്കിൽ ഒന്ന് തിരിച്ച് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജെറ്റാണെങ്കിൽ നിനക്കെൻ്റെ കൂട്ടുകാരനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് ഇങ്ങനെ റാംബുങ്ങിനോട് പറയുന്നുണ്ട്. ആ ടൈമിലാണ് കെമ്മ് ഇവരെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ആ സമയം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വായിലിങ്ങനെ ബ്ലഡ് പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിന് കാരണം അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ വച്ചിരുന്ന ഒരു ഫുഡ് എടുത്ത് കഴിച്ചതിൻ്റെയാണ്. അവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് റാംബുങ് ഇവരോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ടുപോവാണ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇവരെ കാണാൻ പറ്റില്ല എന്ന്. അതും പറഞ്ഞുകൊണ്ട് കെമ്മ
അവിടെ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. ഇവർ പേടിച്ച് കെമ്മ് അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇതെല്ലാം തന്നെ ഇപ്പോൾ ഭീമ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ഭീമ അങ്ങനെ ആ ഒരു സ്വപ്നം കൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ ഒരു സ്വപ്നം അവനിപ്പോൾ കാണിച്ചു കൊടുത്തത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടൊരു വ്യക്തിയാണ്. അതായത് ഇങ്ങനെ മനുഷ്യരൂപത്തിലാവുന്ന ഒരു പാമ്പുണ്ടായിരുന്നല്ലോ. ഭീമ താമസിക്കുന്ന വില്ലേജിൽ കാടിനെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി, അയാളാണ് ഇവനിപ്പോൾ ഇങ്ങനെ ഒരു വിഷൻ കാണിച്ചു കൊടുക്കുന്നത്. അയാളാണ് കാണിച്ചു കൊടുത്തതെന്ന് മനസ്സിലായിട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുന്നുണ്ട്. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അയാൾ ഭീമിനോട് പറയുന്നുണ്ട്, ഇപ്പം നീ കണ്ട ഈ സ്വപ്നം ഇതാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു വിഷൻ ഞാൻ നിനക്ക് കാണിച്ചു തന്നെയാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ തീരുമാനിച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം നിങ്ങളെന്നെ സഹായിക്കാനായിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും, അതെ, നീ എനിക്ക് ചെയ്ത സഹായത്തിന് തിരിച്ചൊരു സഹായം ചെയ്യാനായിട്ടാണ് ഞാൻ വന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. ഭീമ അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് സഹായമൊന്നും ചെയ്ത് തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അയാൾ, ഇപ്പോഴല്ല പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഭീമിൻ്റെ ഏതോ ഒരു ജന്മത്തിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇയാൾ അപ്പോഴും ഈ ഒരു പാമ്പ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നാഗ എന്നങ്ങ് വിളിക്കാം. അപ്പോൾ ഇയാൾ എന്തോ ഒരു തെറ്റ് ചെയ്തു. ആ ഒരു തെറ്റ് ചെയ്ത ഭാഗമായിട്ട് ദൈവം ഇയാൾക്കൊരു ശിക്ഷ കൊടുക്കാനായിട്ടിരിക്കുകയാണ്. ഇയാൾ എന്തോ ഒരു വലിയ ആയുധം എടുത്തിട്ട് ഗരുഡേനെ കൊന്നിരിക്കുകയാണ്. അതൊരു തെറ്റാണെന്നും ആ ഒരു ആയുധം പോലും നീ എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് ഇയാൾക്കൊരു ശിക്ഷ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾക്കൊരു മകനുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ മകൻ്റെ അടുത്ത് നിന്ന് താൻ അകന്നു പോകും എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഭീം വരുന്നത്. ഭീമിലെ ആ ജന്മത്തിലെ പേരെന്ന് പറയുന്നത് പുച്ചാഗിൻ എന്നായിരുന്നു. അപ്പോൾ ഭീം വന്നിട്ട് പറയുന്നുണ്ട്, അത് ചെയ്തത് ഞാനാണ്, ഇദ്ദേഹം അല്ല എന്നൊക്കെ. ആ സമയം നാഗ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഇതിനെ സംരക്ഷിക്കാൻ നോക്കുന്നത്? നീ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. എന്നാൽ ഭീമാണെങ്കിൽ ഇല്ല, ഞാൻ തന്നെയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ ദൈവത്തിനോട് സംസാരിക്കുന്നുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ ഭീമിൻ്റെ ആ ഒരു ടാറ്റു കണ്ടിട്ട് കെമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ടാറ്റു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളതെന്ന്. ആ ടൈമിൽ ഭീമ് പറഞ്ഞതാണ്, എൻ്റെ മുത്തശ്ശനാണെങ്കിൽ ഒരു മന്ത്രത്തിലൂടെ കണ്ടുപിടിച്ചു, ഞാനാണെങ്കിൽ മുമ്പ് ഏതൊരു ജന്മത്തിൽ നാഗയുടെ വംശത്തിൽ പെട്ടതാണെന്ന്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ജന്മത്തിൽ ശരിക്കും അവൻ നാഗയുടെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യനായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മുത്തശ്ശൻ അങ്ങനത്തെ വിഷൻ കണ്ടിട്ട് അവൻ്റെ അടുത്ത് നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവൻ ഈ ദൈവത്തിനടുത്ത് താനാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവമാണെങ്കിൽ രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചെറിയ ചെറിയ ശിക്ഷകളാണ് കൊടുക്കുന്നത്. ഭീമിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ ജന്മത്തിലും നീയാണെങ്കിൽ മരണമുള്ളവൻ, അതായത് ഒരു മനുഷ്യനായിട്ട് തന്നെ ജനിക്കട്ടെ. അതുമാത്രമല്ല, നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും നീ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലൊരു സിറ്റുവേഷൻ, ഒരാൾക്ക് വേണ്ടിയിട്ട് നീ പോലും മരിക്കേണ്ട അവസ്ഥ വരുന്ന തരത്തിൽ നിൻ്റെ ജീവിതം പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ശാപം കൊടുക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ ഭീമാണെങ്കിൽ അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ആ ടൈമിന് അങ്ങോട്ടേക്ക് ഭീമിൻ്റെ ഒരു ആയുധം വന്ന് വീഴുന്നുണ്ട്. ദൈവമാണെങ്കിൽ ആ ഒരു സംഭവം വച്ചയ്ക്കാനായിട്ട് നാഗയോട് പറയുന്നുണ്ട്. നാഗയെ സമയം ആ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല, അതാണെങ്കിൽ അവൻ ചുമ്മാ പറയുകയാണെന്ന് പറയുമ്പോൾ ദൈവം, അതെനിക്കറിയാം, അവനെ രക്ഷിക്കാനായിട്ടാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന്. എന്നാൽ ഞാൻ അവന് കൊടുത്ത ശിക്ഷ അതത്ര ഒരു ശിക്ഷയല്ല. എല്ലാ ജന്മത്തിലും അവൻ ജനിക്കുമ്പോൾ ദൈവങ്ങളായാലും മനുഷ്യരായാലും അവനെ സ്നേഹിക്കും, അവനെ കൂടെ നിൽക്കും, അവനെ സംരക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഭീമിന് ഈ ഒരു നാഗ ആ ഒരു ജന്മത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. ഭീമിൻ്റെ ആ ഒരു ആയുധം ഇപ്പോഴും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഇയാളിപ്പോൾ ഭീമിൻ്റെ കൊടുക്കുന്നുണ്ട്. നിനക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇത് ഉപയോഗിച്ച് നിനക്ക് എല്ലാത്തിനും ഒരു അവസാനം വരുത്താം, എന്നാൽ ആലോചിച്ചിട്ട് മാത്രം ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്നും ഇനി എന്ത് നടന്നാലും അത് നിൻ്റെ വിധിയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു നാഗ അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ഈ മുന്നേ തന്നെ കെമ്മിനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാനായി നിൽക്കുകയാണ്. അങ്ങനെ അവൻ രാത്രി തന്നെ അവൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. ഭീമ് ഫോൺ ഉപയോഗിക്കാറില്ല, എന്നാൽ അവൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അതിപ്പോൾ അവൻ എടുത്തിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്ത് ആരെയോ കോൾ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവനങ്ങനെ ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചായയും അവിടെ വില്ലേജിലുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് ഒരു പവർഫുൾ ശക്തിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവനിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവനും നല്ലതൊക്കെ പറഞ്ഞിട്ട് ചായയുടെ കൂടെ അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ചായയും അവനും പോകുന്ന ടൈമിൽ ചായയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ഞങ്ങളെല്ലാവരും നിന്നെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ പിന്നീട് അവനവിടെ ബാങ്കോക്കിലേക്ക് എത്തുന്നുണ്ട്. അവനാണെങ്കിൽ നേരെ നമ്മുടെ കെമ്മ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ വേറെ നല്ല റൂം അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ. എന്നാൽ ഭീമ ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. നേരെ നമ്മുടെ കെമ്മ് താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് എത്താണ്. അവിടെ എത്തുമ്പോൾ എന്തൊരു പ്രശ്നമുള്ളതുപോലെ അവന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ കെമ്മുള്ള റൂമിലേക്ക് പോയിട്ട് ഡോറിൽ തട്ടുന്നുണ്ട്. എന്നാൽ ഒരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് തന്നെ ഭീമ് അവന് പവർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡോർ തുറക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കെമ്മ് ഉറങ്ങി കിടക്കുന്നതാണ്. എന്നാൽ കെമ്മാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥത കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം കെമ്മ് അവൻ്റെ ഉറക്കത്തിൽ മറ്റേതൊരു ലോകത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കെമ്മാണെങ്കിൽ ഒരു കാട്ടിലാണ് നിൽക്കുന്നത്. റാംബുങ് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നീയാണെങ്കിൽ ഇപ്പോഴെങ്കിലും തോറ്റു തരാൻ തയ്യാറാണ്, നിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നൊക്കെ. കെമ്മ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുന്നുണ്ട്. എങ്ങോട്ട് പോകുകയാണെങ്കിലും അവന് റാംബുങ്ങിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. റാംബുങ് അടുത്തേക്ക് വരുന്നതനുസരിച്ച് ശരിക്കും പേടിക്കുകയാണ്. അതേസമയം ഭീമിന് ഇവനിങ്ങനെ ഒരു സ്വപ്ന ലോകത്ത് പെട്ടുപോയി എന്ന് മനസ്സിലായിട്ട് ഇവിടെ പ്രസന്റ് സിറ്റുവേഷനിൽ അവൻ എന്തൊക്കെയോ
മന്ത്രം പ്രയോഗിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഭീം അവനോട് സംസാരിക്കുന്നുണ്ട്. അത് ആ ഒരു സ്വപ്നത്തിൻ്റെ അകത്ത് കെമ്മിനാണെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഭീം നീ എവിടെയെന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആ സമയം തന്നെ അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ റാമ്പുങ്ങ് വന്ന് നിൽക്കുമ്പോൾ അവൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ വള്ളി അവനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റാമ്പുങ്ങ് ഇപ്പോൾ അവനോടൊന്ന് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, നീയാണെങ്കിൽ നാളെയാണ് മരിക്കേണ്ടത്, പക്ഷേ ഞാൻ നിന്നെ ഇന്ന് തന്നെ കൊല്ലാം. നാളെയാണെങ്കിൽ നീയാണെങ്കിൽ കഷ്ടപ്പെട്ട് നരകിച്ചായിരിക്കും മരിക്കുന്നത്. അത് നിൻ്റെ ഫ്രണ്ട്സിനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. നീ ഇപ്പം സമ്മതിക്കുവാണെങ്കിൽ ഈ ഒരു ഉറക്കത്തിൽ തന്നെ നീ അങ്ങ് മരിക്കും. പിന്നെ നിനക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. നീ തന്നെ എന്ത് വേണം തീരുമാനിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങി മരിക്കാൻ കണക്കിന് കയർ എങ്ങനെയാണോ കിട്ടുന്നത് അതേ രൂപത്തിൽ ഒരു മരത്തിൻ്റെ വള്ളി അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടിടുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എങ്കിൽ ശരി ഞാൻ തോൽവി സമ്മതിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അതിങ്ങനെ കഴുത്തി കൊണ്ടിട്ട് മരിക്കാനേ നിൽക്കുകയാണ്. എന്നാൽ അവൻ്റെ സ്വപ്നത്തിലേക്ക് അപ്പോൾ ഭീം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഭീമാണെങ്കിൽ കെമ്മിനോട്, നീ അങ്ങനെ ചെയ്യരുത്, ഇത് നിൻ്റെ സ്വപ്നമാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കെമ്മാണെങ്കിൽ അവനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. താനത് ചെയ്യത്തില്ല, താൻ മരിക്കത്തില്ല എന്ന് റാമ്പുങ്ങിനോട് പറയാണ്. റാമ്പുങ്ങ് അപ്പോൾ ഞാൻ നിനക്കൊരു അവസരം തന്നു, ഇനിയിപ്പോൾ ശരി എൻ്റെ ഒരു ദയ്യം പ്രതീക്ഷിക്കണ്ട, ഞാൻ നിന്നെ അല്ലാതെ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ കെമ്മിനെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. കെമ്മപ്പോൾ നീ എന്നെ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ മരിച്ച എല്ലാം അവസാനിക്കുമായിരുന്നു, എനിക്കും ജീവിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭീമ അങ്ങനെയൊന്നും പറയല്ലേ, നീ ജീവിച്ചിരിക്കണം, നിൻ്റെ പാരൻസിന് വേണ്ടിയിട്ട്, നിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് നീ ജീവനോടെ തന്നെ ഇരിക്കണം, എല്ലാം പെട്ടെന്ന് തന്നെ കഴിയും, അതുമാത്രമല്ല ഈ ജന്മത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവർ കിസ് ചെയ്യുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവരവരുടെ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കെമ്മ് കണ്ണു തുറക്കുന്നതും ഭീം അവൻ്റെ അടുത്തിരിക്കുന്ന കണ്ടിട്ട് അവൻ ഭീമിനെ ഹഗ് ചെയ്ത് കരയാനായി തുടങ്ങുന്നുണ്ട്. ആ സമയമാണ് ചാനും ചുറ്റും കൂടെയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ കാഴ്ച കാണുമ്പോഴത്തേക്കും അവരെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഇവർ പതുക്കെ ഡോറും ചാരിയിട്ട് ഒരു റൗണ്ടും കൂടെ നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് റൂഫ് ടോപ്പിൽ അറേഞ്ച് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ തല്ലിപ്പൊളിച്ച് കളയുവാണ്. അപ്പോഴാണ് അതിൻ്റെ അകത്ത് എന്തൊരു വേസ്റ്റ് പോലത്തെ എന്തോ കേടായ സംഭവം ഇരിക്കുന്നത് കാണുന്നത്. അത് ആക്ച്വലി റാമ്പുങ്ങ് കൊണ്ടുവച്ചതായിരുന്നു. കാരണം അവളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്ന് അവൾക്ക് ഇവിടെ നിൽക്കുകയും വേണം. അതുകൊണ്ട് തന്നെ അവൾ ചെയ്തൊരു പരിപാടിയായിരുന്നു. ഭീമാണെങ്കിൽ കെമ്മിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്കൊരു വിഷൻ കിട്ടിയെന്നും താൻ അതുകൊണ്ടാണ് വന്നതെന്നും, അതുമാത്രമല്ല നമ്മൾ ഇത്രയും കാലം റാമ്പുങ്ങിൻ്റെ അടുത്ത് നിന്ന് സ്വയം പ്രൊട്ടക്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ ഇനി നമ്മൾ അതല്ല ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിനാണെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തരാൻ പറയുന്ന സമയത്ത് ഭീം ഒരാളും കൂടെ വരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഭീം അവൻ്റെ ഫോൺ എടുത്തിട്ട് വരാനായി പറഞ്ഞ് ആരെയോ കോൾ ചെയ്യുന്നുണ്ട്. അതേസമയം അവൻ്റെ ഫോൺ ഇരിക്കുന്ന കണ്ടിട്ട് ചാൻ ഞെട്ടിയിട്ട് നിങ്ങൾ ഫോണൊക്കെ ഉപയോഗിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഫോൺ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ ആരെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് ജെയിനും ജെറ്റിനും മനസ്സിലാവുന്നുണ്ട്. ജെയിനാണെങ്കിൽ വേറെ ആരെയും കിട്ടിയില്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും കാറിൽ ഒരു പയ്യൻ വന്നിറങ്ങുന്നുണ്ട്. കാച്ചൻ എന്നാണ് ഈ ഒരു പയ്യൻ്റെ പേര്. ആ പയ്യനെയാണ് ഇപ്പോൾ ഭീം വിളിച്ചേക്കുന്നത്. അങ്ങനെ ആ പയ്യൻ വരുന്നുണ്ട്. ആ പയ്യൻ വന്ന് ഇറങ്ങിയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി ബ്രോ എന്നൊക്കെ പറയുന്നുണ്ട്. അവനെ കണ്ടിട്ട് ജെറ്റ് ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ ജെയിനാണെങ്കിൽ തലവേദന കേസ് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കാച്ചനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.